മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് രതിനിർവേദം. ജയഭാരതിയും കൃഷ്ണചന്ദ്രനും നായികാനായകന്മാരായ രതിനിർവേദം. രതിനിർവേദം ജയഭാരതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരുന്നു. രതി എന്ന ജയഭാരതി അഭിനയിക്കുന്ന കഥാപാത്രം പപ്പു എന്ന കൃഷ്ണചന്ദ്രനുമായി പ്രണയത്തിലാകുന്നതും ഇരുവരും തമ്മിൽ രതിലീലയിൽ ആറാടുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഈ ചിത്രത്തിന് പലവിധ പ്രത്യേകതകളുണ്ട്. സെക്സ് തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച ചിത്രമാണ് രതിനിർവേദം. രതിരംഗങ്ങൾ അത്ര തന്മയത്വത്തോടു കൂടിയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിൽ ഒരു സീനിൽ ജയഭാരതി പ്രേക്ഷകരെ അത്ഭുത സ്തബ്ധരാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രേക്ഷകരുടെ ലോല മനസ്സിനെ വികാരഭരിതമാക്കുന്നുണ്ട്. ആ സീൻ ജയഭാരതി തയ്യൽ മിഷൻ ഉപയോഗിക്കുന്ന സീനാണ്. പാവാടയൊക്കെ ചുരുട്ടിക്കൂട്ടി കണങ്കാലുകൾ പ്രദർശിപ്പിച്ച് ഈ കൃഷ്ണചന്ദ്രന് മുന്നിൽ ജയഭാരതി തയ്യൽ മിഷൻ പ്രവർത്തിക്കുന്നു. കൃഷ്ണചന്ദ്രൻ്റെ നോട്ടം ജയഭാരതിയുടെ കണങ്കാലുകൾ നിറയെ രോമങ്ങൾ. ആ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം കണങ്കാലുകളുടെ രോമങ്ങൾ വാക്സ് ചെയ്തില്ല ജയഭാരതി എന്നുള്ളതാണ് ജയഭാരതി എന്ന നടിയുടെ ഡെഡിക്കേഷൻ്റെ പ്രത്യേകത. ആ ഒരൊറ്റ രംഗത്തിൽ അഭിനയിക്കാൻ മാത്രം ദീർഘകാലം കണങ്കാലിലെ രോമങ്ങൾ വാക്സ് ചെയ്യാതെ സൂക്ഷിച്ചു ജയഭാരതി. ആ രംഗം പ്രേക്ഷകർ കയ്യടികളോടെയല്ല സ്വീകരിച്ചത്. ആ രംഗം പ്രേക്ഷകർ വികാര തീവ്രതയോടെ സ്വീകരിച്ചു. ഏത് പ്രേക്ഷകന്റെയും മനസ്സിൽ ചൂട് നിറയ്ക്കുന്ന രംഗം. അതാണ് രതിനിർവേദത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, രതിനിർവേദത്തിൽ തിരുതിരുമാരൻകാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്ന ഒരു പാട്ട് സീനുണ്ട്. ആ പാട്ട് സീനിൽ ജയഭാരതി നേർത്ത റോസ് നൈറ്റിയാണ് അണിഞ്ഞിരിക്കുന്നത്. അടിയിൽ നേർത്ത പാൻറ്റീസും നേർത്ത ബ്രേസിയറും. ജയഭാരതിയുടെ ഭൂമിശാസ്ത്രം നന്നായി കാണാം. പാൻറ്റീസിൻ്റെ നിറം പോലും കാണാം, ബ്രേസിയറിൻ്റെ നിറം കാണാം. എന്നിട്ടും ജയഭാരതി ആ രംഗം വളരെ തീവ്രതയോടുകൂടി അഭിനയിച്ചു. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കൃഷ്ണചന്ദ്രനും ജയഭാരതിയും തമ്മിലുള്ള നാഗങ്ങളെപ്പോലെ ഇണചേരുന്ന രംഗമാണ്. ഇരുവരും തമ്മിൽ നാഗങ്ങളെപ്പോലെ ഇണചേരുന്ന രംഗമാണ്. ആ രംഗത്തിൽ കൃഷ്ണചന്ദ്രനോടൊത്ത് ജയഭാരതി നന്നായി സഹകരിച്ച് തന്നെ അഭിനയിച്ചു. ആ ചിത്രത്തെ ചൊല്ലിയുള്ള ആ അവസാന രംഗത്തെ ചൊല്ലിയുള്ള ചർച്ചയൊക്കെ സിനിമ കേരള പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ ജയഭാരതി എന്ന നടിയുടെ ധൈര്യം, ജയഭാരതി എന്ന നടിയുടെ ധൈര്യത്തിനപ്പുറമുള്ള അഭിനയത്തോടുള്ള പ്രാവീണ്യം ഒക്കെ, അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ ഒക്കെ വ്യക്തമാക്കുന്ന ചിത്രമാണ് രതിനിർവേദം. ഭരതൻ പറഞ്ഞതനുസരിച്ച് കണങ്കാലിലെ രോമങ്ങൾ ഷേവ് ചെയ്യാതെ അഭിനയിച്ച ജയഭാരതി ഇന്നത്തെ നടിമാർ ആരെങ്കിലും ആണെങ്കിൽ അത് ചെയ്യുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ന്യൂ ജനറേഷൻ സിനിമയുടെ കാലമാണ് ഇന്ന്. ന്യൂ ജനറേഷൻ സിനിമ കത്തിക്കാളുന്ന കാലം. പക്ഷേ ഒരൊറ്റ ന്യൂ ജനറേഷൻ നടിയും ജയഭാരതിയെ പോലെ ഒരു രംഗത്തിൽ അഭിനയിക്കില്ല. ഇങ്ങനെ ഒരു രംഗത്തിൽ അഭിനയിക്കില്ല. അവർക്ക് അതിനുള്ള ഗഡ്സുമില്ല. അവിടെയാണ് ജയഭാരതി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയായി മാറുന്നത്. ജയഭാരതി ഏത് വേഷവും ചെയ്യാൻ തയ്യാറായ ഒരു നടിയായിരുന്നു. ഏത് വേഷവും ജയഭാരതിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അതൊക്കെയാണ് ജയഭാരതിയുടെ പ്രത്യേകത.